എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ഒപ്പം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന ഒത്തിരി അറിവുകളും കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് വരാൻ ഭക്തജനങ്ങളെ, കുറേ നാളായി ഒരു കാര്യം പറയണമെന്നൊക്കെ വിചാരിക്കുന്നു യൂട്യൂബിലൂടെ. പക്ഷേ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ പറയണമെന്ന് വീഡിയോയിലൂടെ ചെയ്യണമെന്ന് വിചാരിച്ച്, പക്ഷേ ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയതാണ്. ഒത്തിരി വർഷത്തെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ സംഭവം ഇതൊന്നുമല്ല. നമ്മൾ കണ്ട് മടുത്ത കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഈ സഷ്ടിക്ക് പോകുന്ന അമ്മമാരുണ്ടാകും, ഭക്തജനങ്ങളെല്ലാവരും ഉണ്ടാകും. സഷ്ടി നമ്മുടെ എൻ്റെ ഇഷ്ടദേവനും കൂടെ സുബ്രഹ്മണ്യനാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് സുബ്രഹ്മണ്യൻ ഉപാസന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സഷ്ടിക്ക് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് അവിടെ നിൽക്കുന്നവരുടെ അടുത്ത് ഇല്ലെങ്കിൽ ഈശ്വരൻ വരിക, ഇല്ലെങ്കിൽ സുബ്രഹ്മണ്യം കയറുക എന്നൊക്കെ. ഏകദേശം കാര്യം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എങ്ങനെ നമ്മുടെ ശരീരത്ത് കയറും? ഈശ്വരന് പ്രഹസനം ആവശ്യമാണോ? എൻ്റെ ചോദ്യം അതാണ്. അതായത് നമ്മൾ ഈശ്വരനെ കുറിച്ച് നമുക്കറിയാം. ഈശ്വരൻ പ്രപഞ്ച ശക്തിയാണ്. എന്നിലും അനുഗ്രഹം കൊണ്ട് ഈശ്വരൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്കും എന്താണ് ഈശ്വരൻ്റെ ആയിട്ടുള്ള ഒരു അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ആ ഒരു ചൈതന്യം എങ്ങനെ നമ്മുടെ ശരീരത്ത് പ്രവേശിക്കും? ഇല്ലെങ്കിൽ ഈശ്വരൻ പ്രവേശിച്ച വ്യക്തികൾ, അതായത് ഈശ്വരൻ പ്രവേശിക്കുന്നല്ല, അതിന് ഒത്തിരി കാരണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ പറഞ്ഞു വന്നാൽ, നമ്മൾ ഈ സഷ്ടിക്കൊക്കെ ചില അമ്മമാർ ഈ പറയുന്ന തുള്ളുമ്പോഴത്തേക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പനിനീരെടുത്തൊഴിക്കുക, ഈ പറയുന്ന പാലഭിഷേകം ഒഴിക്കുക. അപ്പോൾ ഇന്ന് സഷ്ടിയാണ്, അതായത് 2024 കുംഭം 2 വ്യാഴാഴ്ച സഷ്ടി. ഏകദേശം ഇന്ന് സഷ്ടി 15-ാം തീയതി, കുംഭം 15 2024, കുംഭമല്ല, ഫെബ്രുവരി 15, കുംഭം 2-ാം മാസം. അപ്പോൾ ഇന്ന് ഞാൻ സഷ്ടിക്ക് പോയപ്പം ഒരു ക്ഷേത്രത്തിൽ കണ്ട ഒരു കാഴ്ചയാണ്. ക്ഷേത്രത്തിൻ്റെ പേരും സ്ഥലവും വെളിപ്പെടുത്തുന്നില്ല. അവിടെ ഈ പറയുന്ന പോലെ പൂജ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സഷ്ടി പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പൂജയ്ക്കപ്പോൾ എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ, ഞാനാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന്, കാരണം ഭഗവാന്റെ ആ ഒരു നട തുറക്കുമ്പോൾ മന്ത്രത്തിൻ്റെ ധ്വനി എൻ്റെ ദേഹത്ത് തട്ടാനും ആ ഒരു തീർത്ഥം വീഴാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ നിന്ന്, ഇടികൊണ്ട് നിന്ന്. അപ്പോൾ അവിടെ നട തുറക്കുന്ന സമയത്ത് കൊട്ടുണ്ട്, അവിടെ ഭക്തജനങ്ങൾ നാമം ചെല്ലുന്നുണ്ട്. നല്ലൊരു ഈശ്വരൻ്റെ ഒരു ചൈതന്യമാണ് അവിടെ ഉള്ളത്, എനിക്ക് തോന്നിയത്. ആ ക്ഷേത്രത്തിൽ നല്ലൊരു തിരുമേനി അവിടെ നല്ലപോലെ ചാർത്തിയൊക്കെ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നട തുറക്കുന്ന ഏകദേശം ഒരു 10-15 മിനിറ്റ് ഉള്ളപ്പോഴത്തേക്ക് ഒരു ചേച്ചി അവിടെ കിടന്ന് ഇങ്ങനെ തുള്ളുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളി. അപ്പം നട തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ചേച്ചി തുള്ളുന്ന സമയത്ത്, ഈ നട തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്ത്, ഈ ഭക്തജനങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ചേച്ചിയെ എടുത്തിട്ട് പോയി. അപ്പോൾ ഈ ഭഗവാന്റെ മുമ്പിൽ ആളില്ല. അപ്പം അവിടെ ഭഗവാന്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് ബാക്കി കുറെ പനിനീര് അവരുടെ സാരിയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ അവരുടെ ദേഹത്തൊഴിക്കുക, പാലൊഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ ചെയ്ത് ഉള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുവാണ് ഈ പറയുന്നത്. അപ്പം അവരുടെ അടുത്ത്, അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ് അമ്മേ? അപ്പം എൻ്റെ അടുത്ത് ഒരു അമ്മച്ചി നിൽപ്പുണ്ട്. അത് ഈ പറയുന്ന പോലെ ഈശ്വരൻ കൂടിയതാണ്, അല്ലെങ്കിൽ ഭഗവാൻ കൂടിയതാണ്. അപ്പോൾ ഭഗവാന്റെ പൂജ അകത്ത് നടക്കുവാണ്. ശരിക്കും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, പൂജ നടക്കുന്ന തിരുമേനികളിൽ വിഗ്രഹത്തിലാണ് നിൽക്കുന്നില്ലെങ്കിൽ ഭഗവാൻ അവിടെ ഇരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ഓടിക്കയറണം? ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈശ്വരൻ്റെ ആയിട്ടുള്ള ഒരു ഈശ്വരനും ഈ പറയുന്ന പോലെ ശരീരത്ത് കൂടത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന അതായത് ആ ചേച്ചിക്ക് ഈ പറയുന്ന പോലെ നാമങ്ങളും ഈ പറയുന്ന കീർത്തനങ്ങളൊക്കെ കിട്ടുമ്പോഴത്തെ ആ ചേച്ചിക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിന് ഈ പറയുന്ന പോലെ എന്തെങ്കിലും വിഷയം ഉണ്ടായി കാണും. അതായത് അവർക്ക് പെട്ടെന്ന് ഒരു ഈശ്വരനെ കൊണ്ട് അവിടെ ശരീരങ്ങൾ പെട്ടെന്ന് ഇതാക്കുക. അതായത് ഈശ്വരൻ കൂടിയതില്ല, ഒരു ഈശ്വരൻ നമ്മുടെ ശരീരത്ത് കൊടുത്തില്ല. പിന്നെ ഈശ്വരന്മാർ നമ്മുടെ ഈ ശരീരത്ത് കൂടും, അതായത് രക്ഷസ് ആറുകുല, അതായത് കാവലി ഇരിക്കുന്ന രക്ഷസ് ആറുകുല, അത് ശരീരത്ത് കൂടത്തില്ല. നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രഭയുണ്ടാകും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പോലെ നമ്മൾ ആടും. അപ്പം അത് ഈ പറയുന്ന പോലെ ചില കാര്യങ്ങൾ കറക്റ്റാണ്. അതായത് കേരളത്തിലെന്നല്ല പറഞ്ഞത്, ഈശ്വരൻ്റെ ചൈതന്യം അവിടെ വന്ന് നിൽക്കും. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കുന്നത്, ഒരു ഊർജ്ജമുള്ള ഒരാൾ നിൽക്കുമ്പോൾ ആ ഊർജ്ജത്തിൻ്റെ പ്രഭാവത്തിൽ ഞാൻ ചിലപ്പോൾ ആടി. അപ്പോൾ അടുത്തുള്ളവർ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇന്നിൻ്റെ പ്രശ്നം, അത് ശരിക്കും പറഞ്ഞാൽ അരമണിക്കൂർ ഉണ്ടാവത്തുള്ളൂ. അത് ഈ പറയുന്ന പോലെ ആൾക്കാരെ ബഹളം ഉണ്ടാക്കി ചിലവർ കൂവും, ചിലവർ അങ്ങനൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. ഈ പറയുന്ന 5 മിനിറ്റ്
നമ്മൾ ഈ കാവടിയൊക്കെ എടുക്കുമ്പം ചില ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഈശ്വരൻ കൂടിയിട്ടാണ് അത് ആ കാവടിയുടെ താളവും കൊണ്ട് അവരെ ആടിപ്പോകുന്നതാണ്. അത് ഈ പറയുന്നത് ഭഗവാൻ കൂടിയിട്ടാണ്. ഭഗവാൻ അങ്ങനെ ആരുടെയും ശരീരത്തിൽ കൂടത്തില്ല. അത് വേറൊരു സത്യമാണ്. പിന്നെ കൂടുന്നത് എന്താണ്? ഇപ്പൊ ഇടുമ്പസ്വാമി അനുഗ്രഹം. നമ്മൾ ഈ വേല് കുത്തുന്ന സമയത്തൊക്കെ ഇടുമ്പസ്വാമി ഈ പറയുന്ന വേല് കുത്തുന്ന സമയത്തും ഈ പറയുന്ന കാവടി എടുക്കുന്ന ഭക്തജനങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും, തൊട്ടടുത്ത് നിന്ന്. അപ്പൊ അവർക്കൊരു വിറവലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവത്തുള്ളൂ. അത് ഈ പറയുന്ന ദേഹത്ത് കൂടുതൽ ഇടുമ്പസ്വാമിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അവർ ഈ പറയുന്ന പെട്ടെന്ന് വിറവലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ചിലവർ ചൂരലെടുത്ത് അടിക്കുന്നവരുണ്ട്. അതൊരു ഈശ്വരന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. മനസ്സിലാകുന്നത്. നമ്മൾ ഈ കാവിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ പറയുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന അറുകുല ഇല്ലെങ്കിൽ പറയുന്ന രക്ഷസൊക്കെ ദേഹത്ത് കൂടി പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പിന്നെ ഈ പറയുന്ന പോലെ എന്തിനും ഉണ്ടല്ലോ ഈ പറയുന്ന ചില ആൾക്കാർ ഈ പറയുന്ന കുളവാക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ അമ്പലത്തിലൊക്കെ ഈ സൃഷ്ടിക്ക് ഈശ്വരൻ കൂടി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഈ പറയുന്ന പോലെ ചുമ്മാതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ചില ചില കാര്യം. അപ്പോൾ ഇത് സത്യമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന. ഞാൻ കഴിഞ്ഞിടയ്ക്ക് കാവടിക്ക് ഹരിപ്പാട് അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ കാവടി എടുക്കുമ്പോഴത്തേക്ക് ഒരു കൊച്ചിൻ്റെ അകത്ത് ഒരു കൊച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അകത്ത് സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടായത് 10-15 മിനിറ്റ് ഉണ്ടായിരുന്ന ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെയുള്ളതാണ് അനുഗ്രഹം. അല്ലാതെ ഈ പറയുന്ന അനുഗ്രഹം നമ്മൾ കൂടുതലായിട്ട് ഇത് നമ്മുടെ ദേഹത്ത് നിൽക്കത്തില്ല. കൂടി വരുവാണെങ്കിൽ 10-15 മിനിറ്റ് ഇല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നിൽക്കുമ്പം നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ അത് കറക്റ്റായിട്ടുള്ള വ്രതശുദ്ധിയുടെയും ചില കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ അടുത്ത് വന്നുമാണ് നിൽക്കുന്നത്. അല്ലാതെ ദേഹത്ത് കയറി എന്നുള്ളത് പറയുന്നത് നമ്മളത് തെറ്റാണ്. ദേഹത്ത് കയറില്ല. ഇപ്പം രക്ഷസാണെങ്കിലും അറുകുലൻ അടുത്ത് നിൽക്കുമ്പം അവരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആടിപ്പോവും. ഒപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ഈ പറയാനൊക്കെ പറ്റും. അല്ലാതെ ഈ ഷഷ്ടിക്കൊക്കെ നടക്കുമ്പം ചില ആൾക്കാർ തുള്ളുന്നത് സുബ്രഹ്മണ്യനാണ് ഈ പറയുന്നത് ഇടുമ്പസ്വാമി അങ്ങനെ ഒരിക്കലും ആര് ഭക്തജനങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ അഥവാ തന്നെ അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ വിശ്വസിക്കേണ്ട 10-15 മിനിറ്റ് ഉണ്ടാകത്തുള്ളൂ. അവർ കാറത്തില്ല, ബഹളം വെക്കത്തില്ല. അവർ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നല്ല ഭക്തിയോടുകൂടി നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് രീതിയിൽ തന്നെ പറഞ്ഞ് തന്നെ നമുക്ക് മനസ്സിലാക്കും. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരൊക്കെ അറിഞ്ഞുകൊണ്ട് കൈയായിരിക്കും. അവർക്ക് പൈസ കിട്ടുമല്ലോ. 1-2 പേരെ പറ്റിച്ചാൽ മതിയല്ലോ. ഉള്ള കാര്യം ഉള്ള കണക്ക് തന്നെ പറയും. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അതൊരു എന്താ പറയുക ഈശ്വരൻ കൂടും. അതൊരു സത്യം തന്നെയാണ്. നമ്മൾക്കിപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ട്. പക്ഷെ വന്ന് നിൽക്കത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈശ്വരൻ്റെ ആയിട്ടുള്ള പക്ഷെ ശരീരത്ത് ഈശ്വരൻ പ്രവേശിക്കത്തില്ല. നമ്മുടെ അടുത്ത് നിൽക്കത്തേ ഉള്ളൂ. അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഇടുമ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ചിലവർ ഈ പറയുന്ന ക്ഷേത്രത്തിലൊക്കെ വെയില് കുത്തുമ്പോൾ ഇടുമ്പൻ്റെ അനുഗ്രഹം, അതായത് ഇടുമ്പസ്വാമി വെയില് കുത്തുന്ന സമയത്ത് ആ ഭക്തജനങ്ങൾ ആ കുത്തുന്ന വ്യക്തിയുടെ അടുത്ത് അനുഗ്രഹം വീഴുമ്പോൾ അവർക്കൊരു ഓട്ടോമാറ്റിക് ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത്രമാത്രമാണ് സംഭവിക്കുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള വ്രതത്തിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കാര്യങ്ങൾ ഇടുമ്പസ്വാമി അവരിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈശ്വരൻ പെട്ടെന്ന് ആ ഒരു ഇപ്പം ഞാനൊരു ഉപാസകനാണ്. ഞാൻ പാരമ്പര്യമായിട്ട് സുബ്രഹ്മണ്യൻ ഉപാസകൻ്റെ വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ തലയൊക്കെ ആട്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ അതൊരു വിശ്വസിക്കും. കാരണം ഞാൻ ഓൾറെഡി സുബ്രഹ്മണ്യൻ ഉപാസനാണല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ 10 പേരെ പറ്റി ഇതൊക്കെ ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന നല്ല വ്രതത്തോടു കൂടി എന്തെങ്കിലും ഈ പറയുന്ന വെയിൽ കുത്തുവാണെങ്കിൽ എൻ്റെ അടുത്ത് ഉറപ്പായിട്ട് ഇടുമ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പം ഭക്തജനങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം അത് ഈ പറയുന്ന പോലെ ബഹളങ്ങളോ കാർച്ചയോ കൂവലോ കാര്യങ്ങളൊന്നുമില്ല. സത്യസന്ധമായ ഈശ്വരൻ്റെ വരവിന് കാർച്ചയും കൂവലും അവരെ പിടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ബാക്കിയൊക്കെ ഈ പറയുന്ന ഓവറായിട്ടുള്ള ചില ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നതാണ്. അവരിങ്ങനെ പ്രഹസനങ്ങൾ കാണിക്കുന്നതാണ്. അവരെ പിടിച്ച് വലിക്കുക ഭയങ്കരമായിട്ട് ഇത്. പക്ഷേ ഈശ്വരൻ്റെ ആയിട്ടുള്ള വ്രതമെടുത്ത ആൾക്കാർ ഈ പറയുന്ന പോലെ സൈലൻ്റ് ആയിട്ട് എപ്പോഴും നിൽക്കത്തുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഈ മഞ്ഞനീരാട്ട് എന്ന് പറയുന്ന സംഭവമാണ്. അവരുടെ ദേഹത്ത് ദേവി വന്ന് കറക്റ്റായിട്ട് വന്ന് അനുഗ്രഹിക്കുന്നതാണ്. അവർ ഇത്ര ദിവസത്തേക്ക് വ്രതമെടുത്ത് ആ ഒരു മഞ്ഞൾ ഈ പറയുന്ന തളിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുമ്പോഴത്തേക്ക് ദൂരോട്ടൊക്കെ നിൽക്കും. പക്ഷെ പൊള്ളലുണ്ട്. പക്ഷെ അവർക്ക് പൊള്ളത്തില്ല. അതൊക്കെയാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. ഇത് ഈശ്വരൻ്റെ അനുഗ്രഹം. അവർ അത്രയും വിശ്വാസത്തോടു കൂടി ആ ദേവിയെ വിളിക്കുന്നത്. അപ്പം ചിലതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ എന്തിലും ഉണ്ടല്ലോ ഈ പറയുന്ന വിശ്വാസങ്ങൾ ഈ തട്ടിപ്പാക്കുന്നത്. അപ്പോൾ അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ ഭക്തജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടായി. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ആരെങ്കിലും തുള്ളുന്നുണ്ടെങ്കിൽ അത് അവരവിടെ കിടന്ന് തുള്ളിക്കോളും. നമ്മൾ ഈ പറയുന്ന പോലെ പനിനീരോ മറ്റുള്ള കാര്യങ്ങളൊന്നും അഭിഷേകം അവരുടെ ദേഹത്ത് ഒഴിക്കാൻ പോകരുത്. പിന്നെ സത്യസന്ധമായ ഒരു തുള്ളലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ അവർ ശാന്തമായി നിന്ന് കാര്യങ്ങൾ പറയും. അവരധികം തുള്ളത്തില്ല. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തലയാട്ടി ആട്ടി നിൽക്കത്തുള്ളൂ. അല്ലാതെ അവിടെ ഒന്നും ഓടി കിടക്കത്തുമില്ല.
അവർ ആ ഒരു ചൈതന്യം ഇറങ്ങുമ്പോൾ ചിലപ്പം ചിലവർ ബോധം കിട്ടി വരും, ചിലവർ അവരിയ്ക്കും. പിന്നെ കാവിലുള്ള തുള്ളലുകളും കാര്യങ്ങളൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ വന്ന് അനുഗ്രഹിക്കുന്ന അറുകുലയും ഈ പറയുന്ന രക്ഷസും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ അവിടെ ഇരിക്കുന്ന ഈശ്വരന്മാരാരും വന്ന് ദേഹത്ത് കയറി പറയത്തില്ല. പിന്നെ ഈശ്വരന്മാരുടെ സാന്നിധ്യം അടുത്ത് നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വളരെ കറക്റ്റുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് ഭക്തജനങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഓരോ വിശ്വാസമാണ് കേട്ടോ. എനിക്ക് അറിയുന്ന ഒരു അറിവ് പങ്കുവെച്ച് ഈ വീഡിയോ കൊണ്ട് ആർക്കും ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പോലെ നിങ്ങൾക്കത് ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആകണമെങ്കിൽ നിങ്ങളത് അവരെ വിശ്വസിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ തെറ്റായ രീതിയിൽ എടുക്കുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എല്ലാവർക്കും കൂടെ ഒരു പങ്ക് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഷഷ്ടിക്കൊക്കെ ഇനി പോകുമ്പോഴത്തേക്ക് ചില അമ്മമാരൊക്കെ ചിലവരൊക്കെ തുള്ളി തുള്ളി വരാം. അത് സത്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങൾ ആ അമ്മയോട് ചോദിക്കുക. അമ്മ എൻ്റെ വീട്ടിൽ ഇന്ന ദോഷങ്ങളാണ്, അപ്പോൾ അമ്മ നമുക്ക് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നിട്ട് അടുത്ത് ആളെ വിളിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഓവറായിട്ട് തുള്ളി അവിടെ മൊത്തം ഓടി നടക്കുക, കാറിച്ച കൂവല്, അതൊക്കെ ഈ പറയുന്ന ഓവറാണ്. അങ്ങനത്തെ ഒന്നും ഈശ്വരനല്ല. അപ്പോൾ സത്യസന്ധമായ ഈശ്വരന്മാരെ നമ്മൾ ഈ അനുഗ്രഹിക്കുന്നവരെ തിരിച്ചറിയുക. എപ്പോഴും അങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ ചെയ്യാൻ. ഈ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് സത്യസന്ധ രീതിയിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വെച്ച് പറയുന്ന ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ ഈ പറയുന്ന പോലെ വെല്ലുവിളിച്ചിട്ടൊക്കെ ബാക്കിയുള്ള ആൾക്കാർ അത് കണ്ട് നടക്കരുത്. ചില ആൾക്കാരുണ്ട് എന്നാൽ എനിക്കും ഇങ്ങനെ ഈശ്വരൻ കയറിയ കൊള്ളാമെന്ന് ചില ആൾക്ക് ധാരണ. അങ്ങനെ ഒന്നും വിളിക്കരുത്. എപ്പോഴും എന്നിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ആ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമ്മൾ എങ്ങനെ നടക്കും അല്ലേ? എൻ്റെ ഒരു ചോദ്യം ഇതാണ്. നമ്മുടെ ആത്മാവ് എപ്പോഴും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണല്ലേ. നമുക്ക് ഈശ്വരൻ നല്ലൊരു ജന്മം തന്ന് നമുക്ക് എല്ലാ കഴിവുകളും ഈശ്വരൻ തന്ന് അപ്പോൾ അത് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടല്ലേ. ഇപ്പം ഞാൻ ഈ വീഡിയോ പറയാനും ഈ ഒരു സംസാരിക്കുന്ന വാക്കുകളൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിൽ എല്ലാവരും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. പക്ഷേ ചില പ്രഹസനങ്ങൾക്കൊക്കെ ഈ പറയുന്ന ആൾക്കാർ പോകാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. നല്ല ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പാരയായിട്ട് ഇരിക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഷഷ്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ അവിടെ ഉള്ള ഈശ്വരനെ നമ്മൾ വിളിക്കുക. പുറത്ത് തുള്ളുന്നവർ തുള്ളിക്കോട്ടെ, അത് അവരുടെ വ്യക്തി. ചില ആൾക്കാർ ഗാനമേളയ്ക്ക് തുള്ളാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഈശ്വരൻ തുള്ളിയതാണ്. അവരെന്താണ് അവരാ പാട്ടിൻ്റെ ലഹരി കൊണ്ട് അവർ തുള്ളുന്നത്. കാരണം ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. ക്രിസ്മസിന് ഒരു ഗാനമേളയ്ക്ക് പോകുമ്പോൾ അവിടെ 2-3 ചേട്ടന്മാർ ഉള്ളിട്ട് ഈ പറയുന്ന അമ്മച്ചിമാർ അവർ പറയുന്നത് അവിടുത്തെ ദേവി ഒന്നും കൂടിയതാണ്. ഇത് കേട്ട് എനിക്ക് ചിരി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില ഒരു വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ആരും കാര്യമാക്കൊന്നും വേണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ വരാം. നമസ്കാരം.